ഞങ്ങൾ സൂചിപ്പിച്ചു 2024 തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ സ്വതന്ത്ര ഏജൻസികളായ ADR-ഉം VDF-ഉം ഉൾപ്പെടെ നടത്തിയ പഠനത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടക്കുന്നു എന്നുള്ളത് പുറത്തു വന്നതാണ്. നമുക്കറിയാം, ആ 2024 ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക്, വോട്ടിങ്ങിൻ്റെ കണക്ക് തന്നെ പുറത്തുവിടുന്നത് 11 ദിവസങ്ങൾക്ക് ശേഷമാണ്. രണ്ടാം ഘട്ടത്തിലേത് വരുന്നത് 4 ദിവസങ്ങൾക്ക് ശേഷമാണ്. മൂന്നാം ഘട്ടത്തിലേതും അതുപോലെ എല്ലാ ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് ആദ്യത്തെ ദിവസം വൈകുന്നേരം വോട്ടിംഗ് സമയം കഴിഞ്ഞാലുള്ള കണക്കും അതിന് പിറ്റേ ദിവസം ഒരു 24 മണിക്കൂറിനുള്ളിൽ കൃത്യമായ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സാങ്കേതിക വിദ്യകളൊന്നുമില്ലാതിരുന്ന കാലത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ 11 ദിവസങ്ങൾ വരെ ഈ കണക്ക് പിടിച്ചു വച്ചു. അതിനുശേഷം ADR നടത്തിയ പഠനത്തിൽ കണ്ടു, ആ പോളിംഗ് ദിവസം ലഭിച്ച വോട്ടുകളുടെ കണക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദിവസങ്ങൾക്ക് ശേഷം പുറത്തുവിടുന്ന കണക്കും തമ്മിൽ ഇന്ത്യയിൽ മുഴുവൻ 5 കോടി വോട്ടുകളുടെ വ്യത്യാസമുണ്ടായിരുന്നു. അത് 10 മുതൽ 12.5% വരെയായിരുന്നു ആ വോട്ടിംഗ് കണക്കിൻ്റെ വ്യത്യാസം. സാധാരണ 0.25% അത്തരത്തിലുള്ള സ്വിങ് വരുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് 10 മുതൽ 12.5%. ഈ 10 മുതൽ 12.5% വരെയുള്ള വ്യത്യാസമുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാം BJP ക്ലീൻ സ്വീപ്പാണ്. മധ്യപ്രദേശ് ആവട്ടെ, ഗുജറാത്ത് ആവട്ടെ, ഛത്തീസ്ഗഡ് ആവട്ടെ, അങ്ങനെ പല സംസ്ഥാനങ്ങൾ, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും BJP വലിയ രീതിയിൽ വിജയിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. പക്ഷേ എന്തുകൊണ്ടോ BJPയുടെ അന്തഛിദ്രം കൊണ്ടോ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥും ഉയർത്തിയ എന്തോ വിഷയം കൊണ്ട് നമുക്കറിയില്ല, പക്ഷേ ഉത്തർപ്രദേശിൽ ആ കണക്കിൻ്റെ വ്യത്യാസം 0.25% മാറിയപ്പോൾ ഉത്തർപ്രദേശിൽ BJP തകർന്നടിയുന്നതും നരേന്ദ്രമോദി ഉൾപ്പെടെ 4 ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ 6000 വോട്ട് പിന്നോട്ട് പോകുന്നതും ആയിട്ടുള്ള സാഹചര്യം നമ്മൾ കണ്ടു. നിങ്ങൾ പഠിച്ചാൽ മതി. ആ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ദിവസം പുറത്തു വന്ന കണക്കും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കും തമ്മിലുള്ള വ്യത്യാസം ഓരോ സംസ്ഥാനങ്ങളിൽ എത്ര ഉണ്ടായിരുന്നു എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ്